സാധാരണ ഒരു രൂപം, മെലിഞ്ഞ ശരീരം, ചുരുളൻ മുടി, പെട്ടെന്ന് ഭയന്നു പോകുന്ന പ്രകൃതം. ഇതായിരുന്നു ഓട്ടോ ശങ്കറിന്റെ ഒരു രൂപം. 1988 ഇയാളെ ജയിലിലടച്ചപ്പോൾ മറ്റ് തടവുകാരുടെ മധ്യേ ഇയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. ഒറ്റ കാഴ്ചയിൽ ഇയാൾ ഒരു കുറ്റവാളിയാണെന്ന് പറയുകയില്ല. എന്നാൽ ഇവന്റെ ശരീരത്തിലോടുന്ന ഓരോ ബ്ലഡ് സെൽസിലും മറ്റൊരു ജീവനെ യാതൊരു മനുഷ്യത്വവും കൂടാതെ കൊല്ലാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം പല സമയങ്ങളിലും അവന്റെ ഭയത്തെയും മറികടന്ന് പുറത്തേക്ക് വന്നു പല കൊലപാതകങ്ങൾ ചെയ്തു. ഏറെക്കുറെ ഒരു ഭയന്ന സ്വഭാവമുള്ളവൻ സ്വയം മറന്ന് ചെയ്യുന്ന കൊലപാതകങ്ങൾ, ഒരു സൈക്കോ പോലെ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഓട്ടോ ശങ്കറിനെ ജയിലിലടച്ചത്, അവന് വധശിക്ഷ നൽകുന്നത്. അപ്പോഴാണ് ജയിലറിനെ കണ്ട് ഭയന്ന് അവന്റെ പാന്റിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നു. ഇത് ഇവൻ എത്രത്തോളം ഭയന്ന സ്വഭാവമുള്ളവനാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഭയത്തിനും അപ്പുറമുള്ള ഒരു ആവേശം അവനിൽ ഒരേ കാര്യം ദിവസവും പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ജയിലിനുള്ളിൽ നിന്നും രക്ഷപ്പെടണം. ജയിലിനുള്ളിൽ നിന്നും രക്ഷപ്പെടുന്നത് ഒരു സാധാരണ കാര്യമേ അല്ല. ജയിലിനുള്ളിൽ പല ലേയേഴ്സായി സംരക്ഷണമുണ്ട്. ആദ്യത്തേത് സെൽ, പിന്നീട് ബ്ലോക്ക്, പിന്നീട് യൂണിറ്റ്, പിന്നീട് ഗാർഡ്സ്, അതിനുശേഷം ഔട്ടർ വാൾസ്. ഇത്രയും പ്രൊട്ടക്ഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. എങ്കിൽ പോലും എല്ലാ ഗാർഡ്സിന്റെ കണ്ണിലും പൊടിയല്ല, വലിയൊരു പാറക്കല്ല് തന്നെ ഇട്ടിട്ട് അവിടെ നിന്നും ഓട്ടോ ശങ്കർ രക്ഷപ്പെടുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. ഇത് ഓട്ടോ ശങ്കർ ഭാഗം 2. ഒന്നാം ഭാഗം കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിനു ശേഷം ഇത് കാണുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ കിഡ്സ് ബെസ്റ്റിയിൽ ക്രിസ്മസിനായിട്ടുള്ള ഒരു മാജിക് ട്രീ വന്നിട്ടുണ്ട്. ഈ മാജിക് ട്രീ നൽകിയിട്ടുള്ള സ്റ്റാൻഡിൽ വെക്കുക. കൂടെ 3 ഫ്ലൂയിഡ് നൽകിയിട്ടുണ്ടാകും. അത് ആ സ്റ്റാൻഡിൽ ഒഴിച്ച് 12 മണിക്കൂർ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു മാജിക് ക്രിസ്മസ് ട്രീ റെഡിയാകും. അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെയിൻ കൂടെ ഗ്ലിറ്ററും ഈ ഒരു പാക്കിനുള്ളിൽ ഉണ്ടാകും. ഇത് വെറും 99 രൂപ മാത്രം. കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയാം. 1998 ജൂൺ മാസം 27 മെഡ്രാസിന്റെ അധോലോക നായകനായിരുന്ന ഓട്ടോ ശങ്കർ വധശിക്ഷ ലഭിച്ച ഒരു തടവ് പുള്ളിയായി ജയിലിനുള്ളിലേക്ക് അടയ്ക്കപ്പെടുന്നു. പുറത്തു നിന്നും ഓട്ടോ ശങ്കറിനെ സഹായം ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അകത്ത് വച്ച് തന്നെ അവനെ കൊല്ലാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇനി 2 വിഭാഗം ഉണ്ടായിരുന്നു. അവന് സഹായം ചെയ്യാൻ വിചാരിച്ചവരെല്ലാം അവന്റെ കൂടെ തന്നെ ഉള്ളവരായിരുന്നു. കൊല്ലാൻ വിചാരിച്ചവരെല്ലാം സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലയിലുള്ള വ്യക്തികളായിരുന്നു. ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ ഇവൻ മനസ്സ് മാറി തെറ്റെല്ലാം സമ്മതിച്ചാൽ ഇവരെല്ലാവരും ഒരുമിച്ച് അകപ്പെടും. അതുകൊണ്ട് ഭയന്നുപോയ വലിയ പുള്ളികളെല്ലാം അകത്ത് വെച്ച് തന്നെ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അവന്റെ ജീവന് ആപത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓട്ടോ ശങ്കറിനെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റുന്നു. അതീവ സുരക്ഷയുള്ള ഒരു സെൽ, മറ്റു തടവ് പുള്ളികൾക്ക് അടുക്കാനേ കഴിയാത്ത ഒരു സ്പെഷ്യൽ സെൽ. എങ്കിലും നിയമത്തിലെ പഴുതുകൾ പ്രയോജനപ്പെടുത്തിയ ഓട്ടോ ശങ്കർ പുറത്തു നിന്നും തന്നെ സഹായിച്ചവർ വഴി ഹൈക്കോടതിയിൽ വീണ്ടും ഈ ഒരു കേസിന് വേണ്ടി അപ്പീൽ കൊടുക്കുന്നു. അങ്ങനെ ഇവന്റെ വധശിക്ഷ വീണ്ടും മാറ്റിവെക്കുന്നു. ഈ കേസ് വീണ്ടും പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചു. ഇങ്ങനെ നിയമത്തിലെ പഴുതുകൾ പ്രയോജനപ്പെടുത്തി ഓട്ടോ ശങ്കർ തന്റെ മരണത്തെ വീണ്ടും നീട്ടിവെച്ചുകൊണ്ടിരുന്നു. പുറത്ത് പണം സമ്പാദിക്കുക ഇവനൊരു നിസാര കാര്യമായിരുന്നു. എന്നാൽ ഈ അകത്തുള്ള സമയം സമ്പാദിക്കുക എന്നുള്ളത് ദിവസവും നരക വേദനയായി തന്നെ മാറി. അവന്റെ ഒരേയൊരു ലക്ഷ്യം സമയം എങ്ങനെയെങ്കിലും കടന്നു പോകണം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പുറത്തുള്ള തന്റെ ആളുകൾക്ക് അകത്തു നിന്ന് റിലീസായി പോകുന്ന തടവ് പുള്ളികൾ വഴിയും ചില സമയങ്ങളിൽ അധികാരികളെ കയ്യിലെടുത്തും അവർ വഴിയും ഇൻഫോർമേഷൻസ് നൽകുകയും വാങ്ങിക്കൊണ്ടുവരുന്നു. അവന്റെ പദ്ധതിയിലെ ആദ്യത്തെ കാര്യം എങ്ങനെയെങ്കിലും ഈ സെല്ലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി, അതിന് കള്ളച്ചാവി നിർമ്മിക്കണം. അതിനായി ഓട്ടോ ശങ്കർ ദിവസവും കുളിക്കാൻ പോകുമ്പോൾ സോപ്പിൽ നിന്നും ഒരു ചെറിയ കഷ്ണം മാറ്റിവെക്കും. അത് തന്റെ നഖത്തിനടിയിലോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ഒളിപ്പിച്ച് സെല്ലിലേക്ക് കൊണ്ടുപോകും. പതിയെ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവന്നു. ദിവസം കഴിയുന്തോറും ഒരു മുഴുവൻ സോപ്പിനേക്കാളും വലിയൊരു സോപ്പ് കട്ട തന്നെ അവന്റെ കയ്യിൽ വന്നു. പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോപ്പിൽ ഒറിജിനൽ ചാവിയുടെ അച്ചെടുത്ത് അത് പുറത്തുള്ള തന്റെ ആളുകൾക്ക് കൊടുക്കുക. അതുവഴി കള്ളച്ചാവി നിർമ്മിച്ച്
അത് വീണ്ടും അകത്ത് ജയിലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ച് സെല്ലിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് രക്ഷപ്പെടുക. എന്നാൽ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇവനുള്ളത് ഹൈലി സെക്യൂർ ആയ ഒരു സെല്ലിലാണ്. അതിനു ചുറ്റി എപ്പോഴും ഗാർഡ്സ് ഉണ്ടായിരിക്കും. രക്ഷപ്പെടുക അസാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ശരിയായ ഒരു സ്ഥലം, ശരിയായ സമയവും പ്രതീക്ഷിച്ച് അവൻ കാത്തിരുന്നു. ഓട്ടോ ശങ്കർ ഉണ്ടായിരുന്ന ആ ജയിൽ മദ്രാസ് എന്ന സിറ്റിക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ പ്രിസൺ ആയിരുന്നു. ഇപ്പോ ഈ ജയിൽ പ്രവർത്തനക്ഷമമല്ല. എന്നാൽ 1980കളിൽ ഇത് സജീവമായി പ്രവർത്തിച്ച ഒരു ജയിലായിരുന്നു. ഓട്ടോ ശങ്കർ കാത്തിരുന്ന ആ പ്രധാനപ്പെട്ട ദിവസവും വന്നു. 1990. അതായത് ഓട്ടോ ശങ്കർ ജയിലിനുള്ളിലേക്ക് വന്ന് 2 വർഷമായി. ആ വർഷം നിയമവിരുദ്ധമായി തടിച്ചുകൂടിയ ഒരു 5000 പേരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം സർക്കാരിന് വന്നു. ഈ 5000 പേരെയും കൊണ്ടുവന്ന് ഈ സെൻട്രൽ ജയിലിലായിരുന്നു അടച്ചത്. ഇവിടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അപ്പോ ആ സെൻട്രൽ ജയിലിന്റെ ഒരു കപ്പാസിറ്റി 1400 മാത്രമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു 5000 പേർ അകത്തേക്ക് വന്നതുകൊണ്ട് അവരെ എല്ലാവരെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു. അകത്തുള്ള സെല്ലുകൾ തികഞ്ഞില്ല. അങ്ങനെ 3 പേരെ അടയ്ക്കേണ്ട സെല്ലിൽ 10-ലധികം പേരെ അടച്ച് ലോക്ക് ചെയ്യുന്നു. ഈ സമയത്തായിരുന്നു ഓട്ടോ ശങ്കർ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് അവനെ മാറ്റുന്നു. ഇത് ഓട്ടോ ശങ്കറിന് ഏറെ നാളുകൾക്ക് ശേഷം ലഭിച്ച ഒരു ഭാഗ്യമായിരുന്നു. കാരണം പുതുതായി അവനെ മാറ്റിയ ആ സെല്ല് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഈ മുഴുവൻ ജയിലിൽ ഈ ഒരു സെല്ല് മാത്രമായിരുന്നു ജയിലിന്റെ പുറമേയുള്ള മതിലിന് തൊട്ടടുത്തുള്ളത്. ഏകദേശം ഒരു 20 അടി ദൂരത്തിൽ മാത്രം. എങ്ങനെയെങ്കിലും ഈ ഒരു സെല്ലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ ഈ ചുമര് ചാടിയാൽ മാത്രം മതി. വിജയകരമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ബ്ലോക്ക് ചുമരിന് അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റിയും അത്രയേറെ ടൈറ്റ് ആയിരിക്കും. ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. കൂടാതെ 1 മണിക്കൂറിൽ ഒരു തവണ ആ ഒരു ബ്ലോക്കിൽ ഗാർഡ്സ് റൗണ്ട്സിന് വരുമായിരുന്നു. ഇത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ഈ ഒരു അവസരം പാഴാക്കാൻ ഓട്ടോ ശങ്കർ തയ്യാറായിരുന്നില്ല. അവൻ ഇത്രയും ദിവസം ചേർത്ത് വെച്ചിരുന്ന സോപ്പ് കട്ട ഉപയോഗിച്ച് വാർഡൻ ഉറങ്ങിയ സമയം നോക്കി ലോക്കപ്പ് ചാവി എടുത്ത് അതിന്റെ ഇംപ്രഷൻ സോപ്പിൽ പതിഞ്ഞു. ഇനി ഈ സോപ്പ് കട്ട പുറത്തുള്ള തന്റെ ആളുകൾക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം. കാരണം ഇനി എത്ര ദിവസം അവൻ ആ സെല്ലിൽ തന്നെ ആയിരിക്കുമെന്ന് അവന് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ സോപ്പ് കട്ട അവൻ പുറത്തേക്ക് എത്തിക്കുന്നു. അന്നത്തെ ദിവസം തന്നെ കള്ളച്ചാവി നിർമ്മിക്കുന്നു. ആ ചാവി ഓട്ടോ ശങ്കറിന്റെ കൈകളിലേക്കും വരുന്നു. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിച്ചു. പക്ഷേ ജയിലിനുള്ളിൽ ഇങ്ങനെ ചെയ്യുക ഒരു സാധാരണ കാര്യമേ അല്ല. എങ്ങനെയോ ഇത് ഓട്ടോ ശങ്കർ കഷ്ടപ്പെട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ അടുത്തത് ശരിയായ ദിവസം ഫിക്സ് ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്ന തീയതിയും സമയവും പുറത്തുള്ള തന്റെ ആളുകളെ അറിയിക്കണം. കാരണം എത്ര തന്നെ സെല്ലിൽ നിന്നും പുറത്തേക്ക് വന്ന് രക്ഷപ്പെട്ടാലും 20 അടി മതിൽ ചുമർ കടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതിന് പുറത്തുള്ള ആളുകളുടെ സഹായം തീർച്ചയായും ആവശ്യമായിരുന്നു. അതുകൊണ്ട് എല്ലാം പദ്ധതിയിട്ട് അകത്തേക്ക് വന്ന 5000 പേർ റിലീസായി പോകുന്ന ആ ദിവസം രക്ഷപ്പെടാനായി ശങ്കർ കുറിച്ചിട്ടു. ഓട്ടോ ശങ്കർ ആ ദിവസം സെലക്ട് ചെയ്തതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒറ്റ ദിവസത്തിൽ 5000 പേരെ റിലീസ് ചെയ്യണം. ഓരോരുത്തരെയും റിലീസ് ചെയ്യുമ്പോഴും അവരുടെ വസ്തുക്കളെല്ലാം ശരിയായി പരിശോധിക്കണം. അതിനുശേഷം അവരുടെ പക്കൽ നിന്നും സൈൻ വാങ്ങണം. പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ 5000 പേരെ പരിശോധിക്കുമ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. അതിനൊരുപാട് ആളുകളെയും ആവശ്യമാണ്. ശങ്കർ വിചാരിച്ചതുപോലെ തന്നെ റിലീസ് ദിവസം, അന്നത്തെ ദിവസം രാത്രി എല്ലാ ഗാർഡ്സും 5000 പേരെ റിലീസ് ചെയ്യുന്ന ആ ജോലിക്കായി പോയി. ഇപ്പോൾ ആ ബ്ലോക്കിനെ ചുറ്റി 2 ഗാർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു ഗാർഡ് 1 മണിക്കൂറിൽ ഒരു തവണ റൗണ്ട്സിന് വരും. കിട്ടിയ ആ 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ശങ്കറും അവന്റെ കൂട്ടാളികളും രക്ഷപ്പെടേണ്ടത്. പദ്ധതി അനുസരിച്ച് രാത്രി ആ സെക്യൂരിറ്റി ഗാർഡ് ഇവരുടെ സെല്ല് കഴിഞ്ഞു പോയ ഉടൻ തന്നെ ഇവരുടെ സമയം തുടങ്ങി. മറച്ചു വെച്ചിരുന്ന കള്ളച്ചാവി ഉപയോഗിച്ച് വളരെ സാവധാനം സെല്ല് തുറന്നു. ശങ്കറും അവന്റെ ആളുകളും വളരെ ശാന്തമായി പുറത്തേക്ക് വരുന്നു. ആ ഇരുട്ടിനെ അവർക്ക് അനുകൂലമായി ഉപയോഗിച്ച് വളരെ പതുക്കെ മതിൽ ചുമരിനെ നോക്കി നീങ്ങി. കൃത്യം ഈ മതിൽ ചുമരിന് പുറകിലായിരുന്നു മദ്രാസിന്റെ പൂങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനും മതിൽ ചുമരിനും ഇടയിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഇത് ഒരു പഴയ മരമായിരുന്നു. ഈ മതിൽ ചുമരിനേക്കാളും വളരെ വലുതായിരുന്നു ആ മരം. ആ മരത്തിന് മുകളിലായിരുന്നു ഓട്ടോ ശങ്കറിന്റെ ആളുകൾ അവന് വേണ്ടി കാത്തിരുന്നത്. അകത്തുണ്ടായിരുന്ന ഓട്ടോ ശങ്കറും അവന്റെ കൂട്ടാളികളും മതിൽ ചുമരിനോട് അടുത്തെത്തി. അതിന് തൊട്ടു മുകളിൽ ഒരു ബൾബ് ഉണ്ടായിരുന്നു. കല്ലെടുത്തെറിഞ്ഞ് ആ ബൾബിനെ തകർത്തു. വെളിച്ചം പോയി അവിടെ ഇരുട്ടായി. അതാണ് പുറത്തുള്ളവർക്ക് അകത്തുള്ളവർ നൽകുന്ന ഒരു സിഗ്നൽ. ഈ സിഗ്നൽ ലഭിച്ച അടുത്ത സെക്കൻഡ് മരത്തിന് മുകളിലുണ്ടായിരുന്നവർ അകത്തേക്ക് പോയി വീഴുന്ന രീതിയിൽ ഒരു കയർ വലിച്ചെറിഞ്ഞു.
ആ കയറ് പിടിച്ച് വളരെ വേഗത്തിൽ തന്നെ ഓട്ടോ ശങ്കർ ആ ജയിലിനുള്ളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. 88-ൽ അറസ്റ്റ് ചെയ്ത ഓട്ടോ ശങ്കർ 2 വർഷമായി പദ്ധതിയിട്ട് 90-ൽ രക്ഷപ്പെടുന്നു. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുത്തതിനു ശേഷമാണ് ജയിലിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓട്ടോ ശങ്കർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായത്. രക്ഷപ്പെട്ടു പോയി. എന്നാൽ എങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധിച്ചില്ല. മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ക്രിമിനൽ, അവനാണ് രക്ഷപ്പെട്ടത്. പ്രശ്നം ചീഫ് മിനിസ്റ്റർ വരെ എത്തി. CM നേരിട്ട് ജയിലിലേക്ക് തന്നെ വരുന്നു. CM അവിടെയുള്ള ആ ബിൽഡിങ്ങിന്റെ ഘടനയെല്ലാം കണ്ട് ഒരു പേപ്പറിൽ അങ്ങനെ ആ ബ്ലോക്സ് എല്ലാം വരയുന്നു. എന്നിട്ട് രക്ഷപ്പെടാനുള്ള ഒരേയൊരു പോസിബിലിറ്റി ആയ ആ മരത്തെ റൗണ്ട് ചെയ്യുന്നു. ഏറെ ദിവസമായി ഈ പൂങ്കാ സ്റ്റേഷൻ അടുത്തുള്ള മരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. ആ മരത്തിന് എത്ര ഉയരമുണ്ടെന്നും അറിയാം. പെട്ടെന്ന് എഴുന്നേറ്റ അദ്ദേഹം ചുമരിനുള്ളിലെ ആ മരം, അതുവഴിയാണ് അവൻ രക്ഷപ്പെട്ടത്. ഇൻവെസ്റ്റിഗേഷൻ അവിടെ നിന്നും ആരംഭിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ഇത് കേട്ടുകൊണ്ട് തന്നെ പോലീസുകാർക്കെല്ലാം വലിയ ഞെട്ടലായി. ആരെക്കൊണ്ടും ഊഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു ചീഫ് മിനിസ്റ്റർ 5 മിനിറ്റിൽ സോൾവ് ചെയ്തത്. അദ്ദേഹം മറ്റാരുമല്ല, തമിഴ്നാടിന്റെ അപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കരുണാനിധി ആയിരുന്നു. രക്ഷപ്പെട്ട ഓട്ടോ ശങ്കർ നേരിട്ട് ഒറീസയിൽ പോയി അവിടെ ഒളിവിൽ താമസിച്ചു. ഒരു മനുഷ്യൻ ഒരു പക്ഷെ പാമ്പ് കടിയേറ്റ് രക്ഷപ്പെട്ടു എന്നും വരാം. പക്ഷെ അവന്റെ സമയം ശരിയല്ല എങ്കിൽ ഒരു പുഴു കടിച്ചായിരിക്കും അവന് മരിക്കുന്നത്. അതുപോലെ ഓട്ടോ ശങ്കറിനും അവന്റെ സമയം അവന് അനുകൂലമല്ലായിരുന്നു. രക്ഷപ്പെട്ടു പോയി അടുത്ത 1 മാസത്തിൽ ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഒറീസയിൽ പോലീസ് ചുറ്റിവളഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം വീണ്ടും അവനെ ഹൈലി സെക്യൂറായ ഒരു സെല്ലിനുള്ളിൽ അടച്ചു. ഇപ്പൊ അവന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. നിയമത്തിലെ ചില പഴുതുകൾ ഉപയോഗിച്ച് ലീഗലായി തന്നെ രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചു. ഹൈക്കോടതി നൽകിയ വധശിക്ഷ റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഒരു നിവേദനം ഗവർണർക്ക് തന്റെ കൂട്ടാളികൾ വഴി കൊടുക്കുന്നു. ഈ നിവേദനം റിവ്യൂലായിരുന്നതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം ജയിലിൽ ഒരു ഓർഡർ വന്നു. വധശിക്ഷ പോസ്റ്റ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഗവർണർ ആ പെറ്റീഷൻ ക്യാൻസൽ ചെയ്തു. വീണ്ടും വധശിക്ഷ നൽകാൻ വിധി വന്നു. സുപ്രീം കോടതിയിൽ വീണ്ടും ശങ്കർ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കുന്നു. ഇത് കാരണം ഇങ്ങനെ വധശിക്ഷ വീണ്ടും നീട്ടിവെക്കുന്നു. ഇങ്ങനെ ഓരോ തവണയും സംഭവിച്ചുകൊണ്ടേയിരുന്നു. വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കും. എന്നാൽ ശിക്ഷ വിധിക്കുന്നതിന് 1-2 മണിക്കൂറുകൾക്ക് മുൻപ് ആ ഓർഡർ ക്യാൻസൽ ആകും. ഇങ്ങനെ നീക്കം ചെയ്യുന്ന ഓരോ ദിവസവും മരണഭയം അനുഭവിച്ച് അത് ഓട്ടോ ശങ്കറിന് ഒരു ശീലമായി തന്നെ മാറി. നിയമത്തിലുള്ള എല്ലാ പഴുതുകളും ഓട്ടോ ശങ്കർ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. സുപ്രീം കോടതിയും അവൻ കുറ്റവാളിയാണെന്ന് വിധി എഴുതിയപ്പോൾ ജനാധിപതിയോട് വീണ്ടും ഒരു നിവേദനം നൽകി. കുറച്ചു മാസം കഴിഞ്ഞ് അതും ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും റിവ്യൂ പെറ്റീഷൻ നൽകുന്നു. അവസാനമായി അതും ക്യാൻസലായി. ഇങ്ങനെ ജയിലിനുള്ളിൽ തന്നെ ചുറ്റി വലഞ്ഞ് 15 വർഷം പോകുന്നു. ഈ 15 വർഷത്തെ ജയിൽ ജീവിതം ഓട്ടോ ശങ്കറിന് പല അനുഭവങ്ങൾ സമ്മാനിച്ചു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ തീരൂ. തെറ്റ് ചെയ്തവൻ തീർച്ചയായും ശിക്ഷ അനുഭവിച്ചേ മതിയാകും. 1995 ഏപ്രിൽ മാസം 27-ാം തീയതി സേലം സെൻട്രൽ ജയിലിൽ അവന് വധശിക്ഷ കൺഫേം ചെയ്തു. അവന്റെ ജീവിതത്തിലെ അവസാന കാലം. അവന് ഒരാഴ്ച സമയം നൽകുന്നു. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അവന് ആരോടെല്ലാം സംസാരിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ കടമകളെല്ലാം അവന് ചെയ്യാം. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ജയിലിനുള്ളിൽ ഇവന് വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നു. കൊൽക്കത്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കയർ, അത് 3 തവണ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ അതും തയ്യാറായി. ഒരു മനുഷ്യന് അവൻ മരിക്കാൻ പോകുന്ന ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും നരകമായി മാറും. എന്നാൽ ഓട്ടോ ശങ്കർ ഭയപ്പെട്ടില്ല. എത്രയോ തവണ അവസാനം ആ മരണത്തിന്റെ വക്കിൽ ചെന്നിട്ട് കൂടിയും താൻ തിരികെ വന്നിട്ടുണ്ട്. വധശിക്ഷ ക്യാൻസൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള അവന്റെ ആളുകൾ ഇത്തവണയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നീട്ടിവെക്കുമെന്ന് ഓട്ടോ ശങ്കർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ 6 ദിവസം കടന്നുപോയി. 7-ാം ദിവസം അതിരാവിലെ അവനെ തൂക്കിലേറ്റണം. അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. ഇതിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ 6-ാം ദിവസം രാത്രി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വയമേ ആക്രമിക്കുകയോ ആത്മഹത്യാശ്രമം എന്തെങ്കിലും നടത്തുകയോ ചെയ്താൽ പിന്നെ വീണ്ടും ആ വധശിക്ഷ നൽകുന്ന തീയതി നീട്ടേണ്ടി വരും. അതിനാൽ 6-ാം ദിവസം രാത്രി തന്നെ ഒരു 5 പോലീസുകാരുടെ കൂടെ ആ ജയിലിന്റെ ചീഫ് ഓഫീസർ അവനെ കാണാൻ വന്നു. അതായത് 17 വർഷങ്ങൾക്ക് മുൻപ് അവൻ ആദ്യമായി ജയിലിൽ വന്നപ്പോൾ ആരെയാണോ ആദ്യം കണ്ടത്, ആ ചീഫ് ഓഫീസർ അവന്റെ സെല്ലിലേക്ക് വരുന്നു. ആ രാത്രി അവൻ അബദ്ധമൊന്നും കാണിക്കരുത്. അതുകൊണ്ട് ഓഫീസർ അവനോട് പതിയെ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും ദിവസം ഒന്നും സംസാരിക്കാത്ത ഓട്ടോ ശങ്കറിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അന്ന് എന്തോ സംസാരിക്കണമെന്ന് തോന്നി.
അവനും പതിയെ പതിയെ ഓഫീസറോട് സംസാരിക്കാൻ തുടങ്ങി. എന്തോ ആ സമയത്ത് അവന് മനസ്സ് തുറന്ന് ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നി. ആ അധികാരിയോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യവും അവൻ പറയാൻ തുടങ്ങി. അവന്റെ ചെറിയ പ്രായത്തിലെ ജീവിതം, വളർന്ന സാഹചര്യം, അവൻ ചെയ്ത തെറ്റുകൾ, കുഞ്ഞ്, ഭാര്യ, ആരെല്ലാമാണോ അവന് ബന്ധുക്കളായി ഉണ്ടായിരുന്നത്, അവൻ ബന്ധത്തിലായിരുന്നത്, എല്ലാ കാര്യവും ഒന്നുപോലും മറച്ചു വെക്കാതെ അവൻ സംസാരിച്ചു. സമയം വളരെ വേഗത്തിൽ കടന്നുപോയി. 1 മണിയായി, 2 മണിയായി, 3 കഴിഞ്ഞു. ശങ്കറിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ചെറിയ വിശ്വാസവും ഇപ്പൊ മാഞ്ഞുപോയി. സാധാരണ ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂറിന് മുൻപ് തന്നെ വരും. എന്നാൽ ഇപ്പോ 3 മണിയും കഴിഞ്ഞു. വീണ്ടും 120 മിനിറ്റ് മാത്രമേ ശങ്കറിനുണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ എന്തായാലും താൻ മരിക്കുമെന്ന് ശങ്കറിന് മനസ്സിലായി. സമയമാകുന്തോറും അവന്റെ മുഖഭാവമെല്ലാം മാറാൻ തുടങ്ങി. മുഖം വിളറി വെളുത്ത് ദുഃഖം അവന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവിടെ മുഴുവനും ഒരു ശാന്തത നിറഞ്ഞു. അവനെ കൊണ്ടും സംസാരിക്കാൻ സാധിച്ചില്ല. എന്തായാലും ശങ്കർ മരിക്കുമെന്ന് മനസ്സിലായ ഓഫീസർക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. വളരെ സാവധാനം ആ അധികാരിയുടെ അടുത്തേക്ക് പോയ ശങ്കർ, എനിക്ക് കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് തരാമോ എന്ന് ചോദിച്ചു. ഇതിന് ഓഫീസർ വളരെ സംശയത്തോടു കൂടി അവനെ നോക്കി. ശങ്കർ വീണ്ടും ഒരല്പം കൂടെ ഓഫീസറുടെ അടുത്തേക്ക് ചെന്നിട്ട്, തെറ്റിദ്ധരിക്കരുത്, മരിക്കാൻ പോവുകയാണ്, എൻ്റെ അവസാന ആഗ്രഹം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ആ ബോട്ടിൽ വെച്ച് ഞാൻ എന്നെ ഒന്നും തന്നെ ചെയ്യില്ല. കുടിക്കണം എന്ന് തോന്നി, വാങ്ങിത്തരാമോ എന്ന് ഓട്ടോ ശങ്കർ ചോദിച്ചു. അന്ന് നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ കൂടിയും മരിക്കാൻ പോകുന്ന ഒരു ജീവന്റെ അവസാന ആഗ്രഹമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു കൊടുത്തു. കുടിച്ചവസാനിച്ച ഉടനെ ഓട്ടോ ശങ്കർ, പോകാമോ സാർ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നിലുണ്ടായിരുന്ന ഗാർഡ്സ് അവന്റെ കൈ കെട്ടാൻ പോയപ്പോൾ, വേണ്ട സാർ, ഞാൻ എവിടെയും ഓടിപ്പോകില്ല, കെട്ടണ്ട എന്ന് പറഞ്ഞു. ഇല്ല ശങ്കർ, ഇതൊരു പ്രൊസീജിയർ ആണെന്ന് പറയുകയും കൈ കെട്ടി അവനെ വിളിച്ചു കൊണ്ടുപോകുന്നു. ആ തൂക്കുമേട കണ്ടാൽ ഒരുപക്ഷെ അവൻ ഭയന്നു പോകുമെന്ന് കരുതി തലയിൽ കറുത്ത തുണി വെച്ച് കെട്ടി അവനെ കൊണ്ടുപോയി. പുറകിലുണ്ടായിരുന്ന 2 പേർ അവനെ പിടിക്കുന്നു. പെട്ടെന്ന് ഒരു പടി അവന്റെ കാലിൽ തട്ടി. ഒരു 6-7 പടികൾ അവൻ നടന്നു കയറി. അതിനുശേഷം നിരപ്പായ ഒരു പ്രതലമായിരുന്നു. അതെ, ആ പടികൾ തൂക്കുമേടയിലേക്ക് കയറാനുള്ള പടികളായിരുന്നു. കൂടാതെ തന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഗാർഡ്സ് ഓട്ടോ ശങ്കറിനെ പിടിച്ചുകൊണ്ടുപോയി ഏതൊരു പ്രത്യേക സ്ഥലത്ത് നിർത്തി. അത് തൂക്കുമരമാണെന്ന് അവൻ മനസ്സിലായി. അവിടെ ഒരു കയറ് തൂങ്ങുന്നുണ്ടായിരുന്നു. ആ കയറിനും അവന്റെ കഴുത്തിനും മധ്യേ മരണം അവന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സെക്കൻഡ് ആ കറുത്ത തുണിക്കുള്ളിൽ അവന് അന്ധകാരം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അടുത്ത ചില സെക്കൻഡിനുള്ളിൽ ഓട്ടോ ശങ്കർ എന്നയാൾ ഇല്ലാതാകും. ആ ഒരു സെക്കൻഡ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കാൻ തുടങ്ങി. വീണ്ടും കുറച്ച് സമയത്തിൽ ജീവിതത്തിന്റെ എല്ലാ ഓർമ്മകളും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും താൻ എത്തുക. ഇരുട്ട്, ശാന്തത, കയർ, കഴുത്ത്, മരണം, ഈ 5 കാര്യങ്ങൾ മാത്രമായിരുന്നു അവിടെ മുഴുവനായും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഓട്ടോ ശങ്കർ സംസാരിക്കാൻ തുടങ്ങി. തന്റെ തലയിലുണ്ടായിരുന്ന ആ കറുത്ത തുണിയെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. താൻ ആദ്യമായി ജയിലിനുള്ളിൽ കണ്ട ആ ചീഫ് ഓഫീസറോട് കൈ നൽകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹവും കൈ നീട്ടി. യാതൊന്നും സംസാരിക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ അവൻ ഒരു ഉമ്മ കൊടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഴമേറിയ നിശബ്ദതയിൽ അവൻ കൊടുത്ത ഉമ്മയുടെ ശബ്ദം എല്ലാവരും കേട്ടു. വീണ്ടും കഴുത്തിൽ ആ കറുത്ത തുണി കൊണ്ട് മൂടി. കഴുത്തിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് പോലെ അവന് തോന്നി. അവന് മനസ്സിലായി, കഴുത്തിൽ അവർ കയറ് ചുറ്റിയിട്ടുണ്ട്. ഒരു പക്ഷെ അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം, ആ ഒരു സെക്കൻഡിൽ വീണ്ടും ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ തിരികെ ചെന്ന് ചെയ്ത തെറ്റുകളെല്ലാം ശരിയാക്കാമെന്ന്. അങ്ങനെ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ നിന്നിരുന്ന തറ പെട്ടെന്നൊരു കുഴിയായി മാറുന്നു. കാല് രണ്ടും തൂങ്ങാൻ തുടങ്ങി. കഴുത്തിൽ 10 പേർ പിടിച്ച് ഞെരിക്കുന്നത് പോലെ തോന്നി. തലയ്ക്കുള്ളിൽ രക്തഓട്ടം വർദ്ധിക്കുകയും തല പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള വേദന. ചില സെക്കൻഡുകൾ മാത്രം. പിടഞ്ഞുകൊണ്ടിരുന്ന ശരീരം പെട്ടെന്ന് നിശ്ചലമായി. 30 മിനിറ്റുകൾക്ക് ശേഷം ഡോക്ടർ വന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചു, ഓട്ടോ ശങ്കർ മരിച്ചു. അവന്റെ അധ്യായം അതോടുകൂടി അവസാനിച്ചു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതികരണം തീർച്ചയായും ഉണ്ടായിരിക്കും. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നിങ്ങളെ വീണ്ടും വന്ന് കാണും. ഇതിന് ഓട്ടോ ശങ്കറിന്റെ ജീവിതം ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ പറയുക. ഇനി എങ്ങനെയുള്ള ടോപ്പിക് സംസാരിക്കണമെന്നുള്ളതും കമന്റിൽ പറയുക. നൽകിയിട്ടുള്ള സ്റ്റാൻഡിൽ ലിക്വിഡ് ഒഴിച്ച് 12 മണിക്കൂർ കാത്തിരുന്നാൽ അതൊരു മരമായി വളരുന്നത് പോലുള്ള മാജിക് നിങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. വെറും 99 രൂപ മാത്രം.
4 പീസ് വാങ്ങിയാൽ 359 രൂപയ്ക്ക് ലഭിക്കും. നോൺ ടോക്സിക് ആണ്, ഭയപ്പെടേണ്ടതില്ല. ഇത് ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ക്രിസ്മസ് സമ്മാനമായി കൊടുക്കാനുള്ള നല്ലൊരു അവസരവുമാണ്. ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കില്ല. തീർച്ചയായും ക്രിസ്മസിന് ഇതൊരു ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇപ്പൊ തന്നെ പരിശോധിക്കുക. ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലർ മിസ്റ്ററി വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.